അടിപൊളി. താങ്ക് യു. സമയം എത്രയായി എടുത്തി? ഇത്ര നേരമായിട്ടും പ്രിയങ്കയ്ക്ക് വരാറായില്ലേ? എല്ലാത്തിനും ഏട്ടത്തി തന്നെ പറഞ്ഞാ മതി. രാധിക അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ പ്രിയങ്ക അയക്കേണ്ട കാര്യം എന്താ? പ്രിയങ്ക മോളും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ടാ. അവൾ ഈ പറയുന്ന മ്യൂസിക് സ്കൂളില്ലേ, അവിടെ ഒരുത്തി ഉണ്ട്, അവളുടെ ഫിദ മാഡം. അവളുടെ കെയർടേക്കറാ. മോള് പോലെയാ കാണുന്നതെന്നാ അവള് പറഞ്ഞിരിക്കുന്നത്. അവളുടെ സഹായത്തോടെ പ്രിയങ്ക മോൾ എന്തേലും ചെയ്താലോ? നഷ്ടമേ നമുക്കാ. അവര് വരട്ടെ, നമുക്ക് ചോദിക്കാം. ചേച്ചി, ആരെങ്കിലും വൈകിയതിന്റെ കാരണം ചോദിച്ചാ റിഹേഴ്സലും നീണ്ടുപോയതാണെന്ന് പറയണം, കേട്ടല്ലോ? വാ. മോളെ, എന്തായി നിന്റെ സിനിമയുടെ കാര്യം? ലൊക്കേഷനിൽ നിന്ന് ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ മുത്തശ്ശി. അവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ ഒന്നും? രാധിക മാഡത്തിന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പോവല്ലേ ഞാൻ. ഇന്ന് ഞങ്ങൾ എത്തിയപ്പോ കുറച്ച് വൈകി. അതിന്റെ പേരില് ചേച്ചിക്ക് നന്നായിട്ട് വഴക്ക് കേൾക്കുകയും ചെയ്തു. ആ, കേക്കട്ടെ. അതിന് അവൾക്ക് അർഹതയുണ്ടല്ലോ. എന്ത് കാര്യം ഉണ്ടായാലും അവളുടെ തലയിൽ വെച്ച് കെട്ടിക്കണം. ഓരോരുത്തരായി വെറുക്കട്ടെ ആ പിശാചിനെ. ഇനി വെറുക്കാൻ ഒന്നുമില്ല മുത്തശ്ശി. എല്ലാവർക്കും വെട്ടി അരിഞ്ഞു കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അത് നിത്യേന ഞാൻ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ആഗ്രഹിച്ചത് തട്ടിയെടുക്കാൻ നോക്കിയ ആളല്ലേ, വിട്ടുകൊടുക്കില്ല ഞാൻ. മിടുക്കി. ഈ പക നിന്റെ ഉള്ളിൽ എപ്പോഴും വേണം. എന്നിട്ട് സൗകര്യം കിട്ടുമ്പോ ഇല്ലാതാക്കി കളയണം അവളെ. അത് ഞാൻ ഏറ്റു മുത്തശ്ശി. ഒരവസരത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കില്ല. നാളെ നമ്മുടെ പാട്ടിന്റെ റെക്കോർഡിംഗ് അല്ലേ? അതിനു മുമ്പ് മേഡത്തെ വന്നത് കാണാതിരിക്കുന്നത് എങ്ങനെയാ? സിനിമയുടെ തിരക്കുകളൊക്കെ എനിക്കറിയാലോ. മാത്രമല്ല, ജഗദീഷ് എന്റെ സ്വന്തം കുട്ടിയല്ലേ. നമ്മൾ തമ്മില് എത്ര വർഷം മുമ്പായിരിക്കും കണ്ടത്? എനിക്ക് നല്ല ഓർമ്മയുണ്ട് മേഡം. 2009 ഡിസംബർ 5-ാം തീയതിയാണ് നമ്മൾ തമ്മിൽ കാണുന്നത്, മേരിമാത സ്റ്റുഡിയോയിൽ വെച്ച്. ഞാൻ ആ പടത്തിലാ ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തത്. നല്ല ഓർമ്മയാണല്ലോ. ദൈവങ്ങളെ ഞാൻ നേരിട്ട് കാണുന്ന തീയതി മറക്കാൻ പറ്റും മേഡം. എടുത്തി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. സോറി മാം, ഞങ്ങള് ഷൂട്ട് ബാക്കപ്പ് കഴിഞ്ഞ് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. ജഗദീഷ് ഒരു ഹിന്ദി ഫിലിം കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലേ? ചർച്ചയിലുണ്ട് മേഡം. പിന്നെ നോർത്തിലെ കാര്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഷൂർട്ടി പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ തമിഴല്ലേ? ലാംഗ്വേജ് നോക്കുമ്പോ തമിഴ് റിലീസാ. പക്ഷെ ആക്ച്വലി ഇത് ഒരു മലയാളം തമിഴ് കോമ്പിനേഷനാണ്. തമിഴ് നായകൻ മലയാളത്തിലെത്തി ഇവിടെ നിന്നൊരു പെൺകുട്ടിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതാണിപ്പോ ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. നായിക ഒരു പുതിയ കുട്ടിയാ ഞങ്ങളാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പേര് പ്രിയങ്ക.
എവിടുത്തെ കാര്യം ഈ കുട്ടി? ഇവിടെ തൊട്ടടുത്ത് തന്നെ അവരുടെ തറവാട്. കുറച്ച് ഫേമസാ, കണിമംഗലം. മാഡം, വേറൊരു സർപ്രൈസ് ഉണ്ട്. ഹീറോയിൻ പ്രിയങ്കയുടെ കൂടെ ഒരു ആയുണ്ട്. ആ കുട്ടിയുടെ പേര് രാധിക എന്ന്. അതിശയം എന്ന് പറയട്ടെ, ആ കുട്ടിക്ക് മേഡത്തിന്റെ നല്ല ചായയുണ്ട്. ഞങ്ങളത് എപ്പോഴും പറയും, മേഡം തന്നെയാ ഞങ്ങളുടെ മുമ്പിലൂടെ നടക്കുന്നതെന്ന്. ചിലർ തമ്മിൽ അങ്ങനൊരു സാദൃശ്യം കാണുമല്ലോ. എനിക്കുണ്ടൊരു അപരൻ, കോട്ടയത്തോ മറ്റോ ഉള്ളൊരു അപരൻ. എന്റെ ഫ്രണ്ട്സ് എപ്പോഴും അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ ആ കുട്ടി വെറൊരു ആയ മാത്രമല്ല മാഡം, അതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെയോ കഴിവുകളുള്ള കുട്ടിയാ. ആ കുട്ടി നന്നായി നൃത്തം ചെയ്യും. പ്രിയങ്കയ്ക്ക് നൃത്തം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ കുട്ടിയാണ് അത് ഈസിയായി പ്രിയങ്കയെ പഠിപ്പിച്ചെടുത്തത്.